ഔദ്യോഗിക ചടങ്ങുകളിൽ ഭാരത് മാതാ ചിത്രം ഒഴിവാക്കാൻ രാജ്ഭവൻ നടപടി തുടങ്ങി. നിലവിളക്കും ഒഴിവാക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ മാത്രമായിരിക്കും ഈ ഒഴിവാക്കലുകൾ. അതേസമയം രാജ്ഭവന്റെ ചടങ്ങുകളിൽ ചിത്രവും വിളക്കും തുടരും. നാളത്തെ പ്രഭാഷണ വേദിയിലും ഇവ ഉണ്ടാകും. പരിസ്ഥിതി ദിനത്തിലെ വിവാദത്തിന് പിന്നാലെയാണ് രാജ്ഭവന്റെ ഈ നടപടി. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി. രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം എന്താണ്? സംഭവം വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. അത് CPM അടക്കം വലിയ വിവാദമുയർത്തി. ഗവർണറുടെ നിലപാട് അത് ഒട്ടും അനുയോജ്യമായില്ല എന്നുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഭാരതമാതയുടെ ചിത്രം അത് രാജ്ഭവനിൽ വെച്ചതുമായി ബന്ധപ്പെട്ട വിഷയം വലിയ വിവാദമായതും ചർച്ചയായതും. പിന്നീട് ഗവർണറുടെ നിലപാട് തിരുത്തണമെന്നുള്ളത് സർക്കാർ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഗവർണർ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ ഭാരതാംബയുടെ ചിത്രം, അതായത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് പരിസ്ഥിതി ദിനാഘോഷത്തിന് രാജ്ഭവനിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ചിത്രം രാജ്ഭവനിലെ എല്ലാ പരിപാടികളിലും ഉണ്ടാകും. ഒരു മന്ത്രി പറഞ്ഞത് കരുതി അതെടുത്ത് മാറ്റാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് രാജ്ഭവൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതേ വിശദീകരണം രാജ്ഭവൻ സർക്കാരിന് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇനി എന്ത് പരിപാടി ഉണ്ടായാലും ഗവർണർ ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുമെന്ന് കണക്കിലെടുത്ത് വലിയ നിലപാടുകളിലേക്ക് സർക്കാർ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നിലപാടുകളിൽ നിന്ന് ഗവർണർ ഇപ്പോൾ അയവ് വരുത്തുന്നു എന്നുള്ള പുതിയ വിവരമാണ് ലഭിക്കുന്നത്. അതായത് ഒരു സർക്കാർ പോരിന് ഗവർണർ തയ്യാറല്ല, രാജ്ഭവൻ തയ്യാറല്ല എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഔദ്യോഗിക ചടങ്ങുകളിൽ ഭാരതമാതയുടെ ചിത്രം ഒഴിവാക്കുമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സർക്കാരുമായി ഉടക്കാനില്ല എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റം ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. നിലവിളക്കും ഈ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ നിന്നായിരിക്കും ഇത്തരത്തിലൊരു ഒഴിവാക്കലുകൾ ഉണ്ടാവുക. കേരള ശ്രീ പുരസ്കാര ദാന ചടങ്ങിലും ഇത്തരത്തിൽ ഉള്ള ഭാരതാംബയുടെ ചിത്രവും നിലവിളക്കും ഒക്കെ ഒഴിവാക്കും എന്നുള്ള അറിയിപ്പാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്ഭവന്റെ ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രവും നിലവിളക്കും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം ഗവർണർ അറിയിക്കുകയാണ്. സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികൾ രാജ്ഭവനിൽ വെച്ച് നടത്തുന്ന പരിപാടികളിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലൊരു ഒഴിവാക്കലുകൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. രാജ്ഭവൻ നടത്തുന്ന പരിപാടികളിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും നിലവിളക്കും ഒക്കെ ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശവും ഇതിനോടൊപ്പം തന്നെ ഗവർണർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനെതിരെ ഇനി എന്ത് നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.